ശ്രീ CR മഹേഷ്. സംസ്ഥാനത്ത് സിനിമ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് മന്ത്രിയാണ്. പക്ഷേ അക്കാദമി നടത്തുന്ന നാടക മത്സരത്തിൻ്റെ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന അക്കാദമി സെക്രട്ടറിയാണ്, പത്രസമ്മേളനത്തിലാണ്. ഇപ്പോൾ അതുപോലും നിർത്തി ഈ കഴിഞ്ഞ അക്കാദമിയുടെ നാടക മത്സരത്തിൻ്റെ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഫേസ്ബുക്കിലാണ്. സർ, ഇതൊരു വേർതിരിവാണ്. മാത്രവുമല്ല, അത് വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് സംസ്ഥാന അവാർഡുകൾ പണ്ട് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലായിരുന്നു വരുന്നതെങ്കിൽ ഇപ്പോൾ ചരമക്കോളത്തിനേക്കാൾ കഷ്ടമായി വെറും ചെറിയ ഒരു വാർത്തയായിട്ടാണ് സാർ ഒതുങ്ങുന്നത്. അതുകൊണ്ട് എൻ്റെ ചോദ്യം, അടുത്ത തവണത്തെ സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് ബഹുമാനപ്പെട്ട മന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുമോ? നമ്മളെ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന് അത്തരം നാടകത്തിന് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. സംഗീത നാടക അക്കാദമിയുടെ നാമധേയത്തിൽ നേതൃത്വത്തിൽ ഒരുപാട് പദ്ധതികൾ നാടക കലാകാരന്മാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. സ്ഥിരം നാടക വേദി ഒരെണ്ണം കായംകുളത്ത് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാരാണ് പ്രഖ്യാപിക്കുന്നത്? നിലവിലുള്ള സംവിധാനം അനുസരിച്ച് അക്കാദമിയുടെ ഭാരവാഹികളാണ് പ്രഖ്യാപിക്കുന്നത്. അതിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നത് നമുക്കൊന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. മന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രത്യേകം എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ അഭിപ്രായം പരിഗണിക്കുമെന്ന കാര്യം പറയാം. സിനിമാ രംഗത്ത് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവേ നമ്മുടെ ആളുകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപം എന്ന നിലയിൽ നമ്മൾ അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സർ, അതിൻ്റെ ഭാഗമായ ഒരു സന്തോഷ വർത്താനം കൂടെ പറയുന്നു. നമ്മുടെ മോഹൻലാലിന് ദേശീയ പുരസ്കാരം കിട്ടി. എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. 4-ാം തീയതി വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരത്ത് അത്യുജ്വലമായ ഒരു വരവേൽപ്പ് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. എല്ലാ അംഗങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത്തരം സ്പേസ് കൊടുക്കാത്തതിന് മിനിസ്റ്റർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.